പ്രതിപക്ഷം ചർച്ചയിൽ നിന്ന് ഓഡിയോ പാർലമെന്റ് സ്തംഭനത്തിന് പിന്നാലെ തന്നെ റിജിജുവിന്റെ കടുത്ത ആരോപണം. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം തുടർച്ചയായ പ്രതിഷേധത്തിലും ബഹളത്തിലും സ്തംഭിച്ചതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രംഗത്ത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ ചർച്ചയ്ക്കായി തന്നെ പാർലമെന്റിൽ എത്തുമ്പോൾ ചർച്ചകളിൽ നിന്ന് പ്രതിപക്ഷം എന്തിനാണ് ഇവിടെ പിന്നോട്ട് ഓടുന്നത് എന്ന ചോദ്യമാണ് കിരൺ റിജിജു ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. പ്രധാന വിഷയങ്ങളിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെന്നും എന്നാൽ പാർലമെന്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷം മുന്നോട്ട് പോയതെന്നതുമാണ് ഇവിടെ കേന്ദ്രമന്ത്രിയുടെ ആരോപണം. പ്രതിഷേധം ജനാധിപത്യത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും പാർലമെന്റ് പൂർണ്ണമായും പ്രവർത്തനരഹിതമാകുന്നത് ജനങ്ങൾക്ക് നൽകിയ ജനവിധിയോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം സർക്കാരിന് നിർണായക വിഷയങ്ങളിൽ ചർച്ച ഒഴിവാക്കുമെന്നും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഏകപക്ഷീയമായി തന്നെ മുന്നോട്ട് പോകണമെന്നതാണ് ഇവിടെ പ്രതിപക്ഷത്തിന്റെ മറുവാദം. ഇതോടുകൂടി തന്നെ പാർലമെന്റ് സ്തംഭനത്തിന്റെ ഉത്തരവാദിത്തം ആരുടേതെന്ന ഒരു രാഷ്ട്രീയ പോര് പോലും ഇവിടെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ചർച്ചയിൽ നിന്ന് ഓഡിയോ പ്രതിപക്ഷം എന്ന കിരൺ റിജിജുവിന്റെ ആരോപണം ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെക്കുന്നുണ്ട്. മൺസൂൺ സമ്മേളനത്തിന്റെ പ്രതിഫലനമായ നിയമനിർമ്മാണത്തിനുള്ള വേദിയാക്കേണ്ടിടത്ത് ഭരണപക്ഷ അല്ലെങ്കിൽ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന്റെ മറ്റൊരു വേദിയായി തന്നെ മാറി എന്ന വിമർശനവും ശക്തമാണ്. പ്രതിപക്ഷ പ്രതിരോധങ്ങൾക്കും നാടകീയതകൾക്കും ഒടുവിൽ പാർലമെന്റ് അവിടെ വർഷകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് തന്നെ പിരിഞ്ഞു. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾക്കും നിരന്തര ആവശ്യങ്ങൾക്കും ഒടുവിൽ തന്നെ ഇതുവരെ സഭയിൽ എത്താതിരുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആകട്ടെ പിന്നീട് സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്ന്, അതായത് വ്യാഴാഴ്ച ദിവസം അദ്ദേഹം അവിടേക്ക് എത്തുകയും എന്നാൽ ഒരക്ഷരം പോലും സഭയിൽ പറയാതെ തന്നെ സഭ പിരിയുകയുമാണ് ചെയ്തത്. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സഭയിലെത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമെന്നും അമിത്ഷാ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും സഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ് അദ്ദേഹം എത്തിയത്. മാത്രമല്ല സഭയിൽ യാതൊരുവിധ ചർച്ചകളോ വിശദീകരണങ്ങളോ ഉണ്ടായില്ല. സഭ ചേർന്ന ഉടൻ തന്നെ ചർച്ചകളില്ലാതെ തന്നെ വന്ദേമാതരം ആലപിച്ചുകൊണ്ട് തന്നെ സഭ പിരിയുകയും ചെയ്തു. സഭയ്ക്കുള്ളിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ നേർക്കുനേർ വാക്പോര് നടത്തുകയും അവിടെ അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരങ്ങളോടും പോലീസ് നടപടികളോടും സർക്കാർ മുഖം തിരിക്കുകയാണ് എന്നും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നതെന്ന ആരോപണമായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത്. സഭ തുടങ്ങിയ അന്ന് ആ ഒരു നിമിഷം മുതൽ തന്നെ എല്ലാ ദിവസവും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടന്നു. എന്നാൽ ഈ അവസാന ദിവസം മാത്രമാണ് പ്രധാനമന്ത്രിയാകട്ടെ സഭയിലേക്ക് എത്തിയതെന്നും അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ഈ വിഷയങ്ങളോട് മുഖം തിരിച്ചുകൊണ്ട് മൗനം പാലിക്കുകയാണ് എന്ന വിമർശനമാണ് ഉന്നയിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.